5 സ്റ്റാർ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ മട്ടൻ കറിയാണ്. ഇതിനായി 1/2 കിലോ മട്ടനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാള, ഒരു 10-15 ചെറിയ ഉള്ളി, 3-4 പച്ചമുളക്, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഇത്രയുമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. പ്രഷർ കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലതായി ചൂടായി വരുമ്പോൾ ഒരു സവാള അരിഞ്ഞു വെച്ചത് അതിടുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ അത് വഴറ്റിയെടുക്കണം. അങ്ങനെ വഴറ്റി വെച്ചതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ വീണ്ടും വഴറ്റുക. ഇനി മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് അത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെയും അത് വഴറ്റണം. അങ്ങനെ വഴറ്റിയില്ല എന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തക്കാളി, അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് വീണ്ടും ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം 1/2 കിലോ മട്ടൻ ഇതിലോട്ട് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വീണ്ടും നല്ലതുപോലെ വഴറ്റണം. മസാലയൊക്കെ മട്ടണിൽ നല്ലതുപോലെ പിടിച്ചതിന് ശേഷം മാത്രമേ തിളച്ച വെള്ളം ഒഴിക്കാവൂ. അങ്ങനെ നല്ലതുപോലെ ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഇളക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. കറിയിലെ ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റാണോ എന്നൊന്ന് നോക്കുക. അതിനുശേഷം ഒരു 1.5 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ കുക്കർ അടയ്ക്കാവൂ. ഇനി തീ അല്പം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഒരു വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഓഫ് ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ കിട്ടുന്ന മട്ടൻ അധികം വേവില്ലാത്ത മട്ടനാണ്. അതുകൊണ്ട് എനിക്ക് ഒരു വിസിൽ തന്നെ മതിയാകും. കുക്കറിൻ്റെ ലിഡ് തുറന്നതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കറി നല്ലതായിട്ട് തിളപ്പിക്കുക. ഒരു 15 മിനിറ്റോളം കറി തിളപ്പിക്കണം. മട്ടനൊക്കെ നല്ലതായിട്ട് വെന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പോൾ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.